ലോകം കാത്തിരിക്കുകയാണ് 2026 വേൾഡ് കപ്പിന് വേണ്ടി. ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്ന് ഉറ്റുനോക്കുകയാണ് കായിക ലോകം. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ലിയണൽ മെസ്സിയുടെ അർജന്റീന. ഇത്തവണ ആ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് സ്കലോണിയും കൂട്ടരും വരുന്നത്. അർജന്റീനയുടെ ഗ്രൂപ്പിൽ നിലവിലുള്ളത് അൾജീരിയ, ജോർദാൻ, ഓസ്ട്രിയ ടീമുകളാണ്. ആദ്യ മത്സരം അർജന്റീനക്ക് അൾജീരിയക്കെതിരെയാണ് കളിക്കാനുള്ളത്. താരതമ്യേന മറ്റു ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ കടുകട്ടുള്ള ഗ്രൂപ്പൊന്നുമല്ല അർജന്റീനയുടേത്. അർജന്റീന അനായാസം തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വരുമെന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം സ്കലോണിക്ക് വെല്ലുവിളികളും ഏറെയാണ്. നിലവിൽ ലോക ചാമ്പ്യന്മാരുടെ ഏറ്റവും പ്രധാന പ്രശ്നം ഡിഫൻസിലാണ് കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ലൈൻ തന്നെ അർജന്റീനക്കുണ്ടെങ്കിലും നിലവിൽ സൂപ്പർ താരമായ ക്യൂട്ടി റൊമേറോ പരിക്കേറ്റ് പുറത്താണ്. വേൾഡ് കപ്പിന് മുന്നേ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് ഉറപ്പാണെങ്കിലും താരം ഫോം വീണ്ടെടുക്കാൻ സമയമെടുക്കുമോ എന്ന ഭയമാണ് നിലവിൽ അർജന്റീന ആരാധകർക്കുള്ളത്. ക്യൂട്ടി റൊമേറോയുടെ കൂടെ തന്നെ സ്കലോണിയുടെ വിശ്വസ്തനായ ലിസാൻഡ്രോ മാർട്ടിനസിനും പരിക്കാണ്. അദ്ദേഹത്തിന് ഇടയ്ക്കിടെ വേട്ടയാടുന്ന പരിക്കാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇവർക്ക് ബാക്കപ്പായി ലിയനാർഡോ ബലേഡിയും വാലന്റൈൻ ബാർക്കോ എന്നീ സൂപ്പർ താരങ്ങളുണ്ടെങ്കിലും ഇവർക്കൊന്നും സ്കലോണിയുടെ സിസ്റ്റത്തിൽ കളിച്ച് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ ഇവരെ ആദ്യ 11-ൽ ഇറക്കുന്നതും ഏറെ ബുദ്ധിമുട്ടായിരിക്കും. മധ്യനിരയിൽ അലക്സിസ് മാക്കലിസ്റ്റർ, ലിയാൻഡ്രോ പാരഡസ്, എൻസോ ഫെർണാണ്ടസ്, ജിവാനി ലോ സെൽസോ, റോഡ്രിഗോ ഡിപോൾ എന്നീ തുടങ്ങി സ്കലോണിയുടെ സിസ്റ്റത്തിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയ താരങ്ങളുണ്ട് എന്നത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ സ്കലോണിയുടെ പുത്തൻ സിസ്റ്റത്തിലേക്ക് വരുന്ന തിയാഗോ അൽമേഡ, നിക്കോ പാസ് എന്നീ താരങ്ങൾ ഈ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം നടത്തിയാൽ സ്കലോണിയുടെ സ്വപ്നം വീണ്ടും പൂവണിയും. മുന്നേറ്റ നിരയിൽ അർജന്റീനക്ക് സംശയങ്ങളൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിര അർജന്റീനക്കൊപ്പമുണ്ട്. ലൗതാരോ മാർട്ടിനസ്, ഹൂലിയൻ അൽവരസ്, പിന്നെ നായകൻ ലിയോ കൂടി ചേരുമ്പോൾ എതിരാളികളുടെ വല നിറയുമെന്നുറപ്പ്. അൾജീരിയക്കെതിരായുള്ള ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ പ്ലേയിങ് 11-ൽ ആരൊക്കെയായിരിക്കും കളിക്കുക? ഇതെല്ലാം വലിയ സാധ്യതകൾ മാത്രമാണ്. വേൾഡ് കപ്പിന് മുന്നേയുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷമായിരിക്കും സ്കലോണി കൃത്യമായി തീരുമാനിക്കുക. പരിക്കേറ്റ പല സൂപ്പർ താരങ്ങളും വേൾഡ് കപ്പിന് മുന്നേ തിരികെ എത്തുമെങ്കിലും ഇവരെല്ലാം ഫോമിലേക്ക് തിരികെ എത്തുമോ എന്ന കാര്യം സ്കലോണിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ അർജന്റീനയുടെ പ്ലേയിങ് 11 ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഒരു സംശയവുമില്ല, സ്കലോണിയുടെ ഫസ്റ്റ് ചോയ്സ് അത് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയും അണിനിരക്കും. റൈറ്റ് വിങ്ങിൽ നൗഹേൽ മൊളീന, ലെഫ്റ്റ് വിങ്ങിൽ നിക്കോളാസ് ടഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ സ്കലോണിയുടെ വിശ്വസ്തരായ 3 പേർ: റോഡ്രിഗോ ഡിപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ആദ്യ മത്സരത്തിൽ ഈ 3 പേരെയായിരിക്കും സ്കലോണി തൻ്റെ ദൗത്യമേൽപ്പിക്കുക. കാരണം സ്കലോണിയുടെ സിസ്റ്റം പഠിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പോരാട്ടത്തിൽ ഈ 3 പേരായിരിക്കും മധ്യനിരയിൽ ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി മുന്നേറ്റത്തിൽ സൂപ്പർ താരമായ നായകനുമായ ലിയണൽ മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവരസും പിന്നെ തിയാഗോ അൽമേഡയുമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങളിലായി ഫ്രണ്ട്ലി മത്സരങ്ങളിലടക്കം സ്കലോണി സ്ഥിരമായി പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്ന താരമാണ് തിയാഗോ അൽമേഡ. മിന്നും പ്രകടനമാണ് സ്കലോണിക്ക് കീഴിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കലോണി ആദ്യ 11-ൽ അൽമേഡയെ ചിലപ്പോൾ ഇറക്കിയേക്കാം. ഇനി സ്കലോണി 4-4-2 എന്ന പൊസിഷനിലാണ് തുടങ്ങുന്നതെങ്കിൽ അൽമേഡയ്ക്ക് പകരം മധ്യനിരയിൽ തന്നെ യുവ സൂപ്പർ താരം ഗുലിയാനോ സിമിയോണിനെ ഇറക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഗുലിയാനോ സിമിയോൺ, മാക്കലിസ്റ്റർ, ഡിപോൾ, എൻസോ ഫെർണാണ്ടസ് എന്നിവരായിരിക്കും മധ്യനിരയിൽ. മുന്നേറ്റത്തിൽ മെസ്സിയും ഹൂലിയൻ അൽവരസും. എതിരാളികളെ പഠിച്ചു മനസ്സിലാക്കിയ ശേഷം 4-4-2-ഉം 4-3-3-യും സ്കലോണി മാറ്റി പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏതായാലും ആദ്യ മത്സരത്തിൽ അർജന്റീന ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ലൈനപ്പാണിത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്കിനിയും കാണാം.